ഞാൻ നന്നായിട്ട് തന്നെയായിരുന്നു ബിഗ് ബോസ് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആവശ്യമില്ലാത്ത ആരോപണങ്ങളൊക്കെ വന്നിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ. ഞാൻ മെന്റലി ഒട്ടും ഓക്കെ അല്ല ബിഗ് ബോസ്. ഇപ്പൊ ഷാനവാസ് പറയുന്ന കാര്യത്തിൽ പോലും ഒരു സിൻസിയറിറ്റി ഇല്ല. ഇന്നലെ അനുവിന്റെ അടുത്ത് അങ്ങനെ ദേഷ്യപ്പെടാൻ ഞാൻ പാടില്ലായിരുന്നു. അതിന്റെ കുറ്റബോധം എനിക്കുണ്ട്. അനു എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, സ്വയം തെറ്റ് തോന്നിയെങ്കിൽ ആത്മവിശ്വാസം കൈവിടാതെ മുന്നേറൂ. ഈ സമയത്ത് അപ്പാനി ഷർത്ത് ചോദിക്കുന്നുണ്ട് ഭാര്യയോടൊന്ന് സംസാരിക്കാൻ സാധിക്കുമെന്ന്. കുറേ നേരം മുമ്പ് രേണുവിനോട് ഇത് പറയുന്നുണ്ടായിരുന്നു, ഭാര്യയോടും മക്കളോട് സംസാരിക്കണം എന്നുള്ളൊരു കാര്യം. അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതൊരു മത്സരമാണ്, ഇതിന് ചില റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഒരേ ഒരു തവണ മതി ബിഗ് ബോസ്, ഞാൻ ഊർജ്ജതയോടെ ഞാൻ മുന്നോട്ട് പോയിക്കോളാം ബിഗ് ബോസ്, ഞാൻ നല്ല സ്ട്രോങ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് ബിഗ് ബോസ്, ഒന്ന് സമ്മതിക്കൂ ബിഗ് ബോസ് പ്ലീസ് എന്നൊക്കെ ചോദിച്ച് അപ്പാനി ഷർത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് പുള്ളിയെ അനുവദിക്കുന്നില്ല. വിഷമം വരുമ്പോൾ കരയണം, ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകണം, ഊർജ്ജതയോടെ മുന്നോട്ട് പോകൂ എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞ് അപ്പാനി ഷർത്തിനെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ മുതൽ അപ്പാനി ഷർത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കൺഫെഷൻ റൂമിലോട്ട് എന്നെ ഒന്ന് വിളിക്കൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഭിലാഷിനെയും അക്ബറിനെയും ഒക്കെയാണ് ഇന്നലെ വിളിപ്പിച്ചത്. ഇന്നാണ് അപ്പാനി ഷർത്തിനെ വിളിപ്പിച്ചത്. അപ്പൊ മെന്റലി ഒട്ടും ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. എനിക്ക് എന്റെ ഭാര്യയോട് മക്കളോട് സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത് ബിഗ് ബോസിന്റെ അടുത്ത്. പക്ഷെ ബിഗ് ബോസ് അനുവദിക്കുന്നില്ല. ഓണത്തിന് മിക്കവാറും ഇതിനായിട്ട് സമ്മതിക്കുമായിരിക്കും. ലാലേട്ടൻ വരുമ്പോൾ എല്ലാരെ കൊണ്ടും അവരുടെ ഫാമിലിയെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുമായിരിക്കും അല്ലെ എപ്പിസോഡിനകത്ത്. ഇത്രയുമായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.